ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചിൽഡ്രൻസ് ഡിജിറ്റൽ പ്രിൻ്റ് ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിൽഡ്രൻസ് ഡിജിറ്റൽ പ്രിൻ്റ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ HD സ്ക്രീനും പിന്നെ ഇത് പ്രിൻ്റൊക്കെ എടുക്കും കേട്ടോ. ഇത് ഇൻസ്റ്റഡ് പ്രിൻ്റാണ്, വീഡിയോ ക്യാപ്ചർ ഉണ്ട്, പിന്നെ ഫോട്ടോ ക്യാപ്ചറും ഫോട്ടോ ഫ്രെയിംസും പിന്നെ HD സ്ക്രീൻസും ഉണ്ട് കേട്ടോ, സ്ക്രീനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് Q5 ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഒരു നല്ല ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അൺബോക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ മാനുവലാണ് കിട്ടുക. ഒരു വലിയൊരു യൂസർ മാനുവൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ക്യാമറ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഷെയ്ഡിലാണ് നമ്മളുടെ ക്യാമറ വരുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, ഇയേഴ്സും അതൊക്കെ വന്നിട്ടാണുള്ളത്. പിന്നെ ഇതാണ് നമ്മളുടെ HD സ്ക്രീൻ എന്ന് പറയുന്നത്. കുറേ ബട്ടൺസും അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു വയറും വരുന്നുണ്ട്, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയറും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി നമ്മളുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലാണ് നമ്മളുടെ ഈ ക്യാമറ ഓപ്പൺ ചെയ്യുക. അപ്പം ആദ്യം തന്നെ നമുക്ക് വെൽക്കം എന്നൊക്കെ കാണിക്കും. പിന്നെ ഇങ്ങനെ ആയിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സ് എന്ന് തുടങ്ങാമല്ലേ. ഇതാണ് നമ്മളുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ സെറ്റിങ്സ് നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത്രയാണ് സെറ്റിങ്സിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗെയിംസ് നോക്കാം. ഇതാണ് നമ്മുടെ ഗെയിംസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ട്. അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. ഗെയിംസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല നല്ല ഗെയിംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയിംസ് നമുക്കുള്ളത്. അടുത്തതായിട്ടൊരു മ്യൂസിക് കേൾക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിലും മ്യൂസിക് കേൾക്കണമെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡ് ഇതിലിടണം. മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് മ്യൂസിക്കും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുക. കണ്ടോ, ഇതിലാണ് നമ്മൾ വീഡിയോ എടുക്കുക. അതിന് തൊട്ടിപ്പുറത്തുള്ളതിലാണ് നമ്മൾ ഫോട്ടോ എടുത്താൽ പ്രിൻ്റ് വരിക. പിന്നെ സെറ്റിങ്സിലൊരു മോഡുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം, പക്ഷെ അത് പ്രിൻ്റ് അടിച്ച് വരില്ല. അങ്ങനത്തെ ഒരു മോഡുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സംഭവമാണ് പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അത് സൂം ആവും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ സൂം ഔട്ട് ആവും കേട്ടോ. പിന്നെ നമുക്ക് കുറേ വെറൈറ്റി ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ഇത്ര ഫ്രെയിംസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഞാനൊരു ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു, 5 സെക്കൻഡ്സിൻ്റെ ഒരു ടൈമറാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം പ്രിൻ്റ് ആയി വരും കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല വൃത്തിക്ക് നമുക്ക് ഈ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ടിയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോട്ടോ എന്ന് പറയുന്നത്. നല്ല ക്ലിയറിലൊക്കെയാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. കണ്ടോ, രണ്ടും സെയിം പോലെ തന്നെ ഉണ്ട്.